ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. കുട്ടികൾക്കും അമ്മമാർക്കും വരുമാന മാർഗത്തിനുള്ള വഴി കണ്ടെത്തി നൽകുകയാണ് ഒറ്റപ്പാലം ഗവൺമെന്റ് ബധിരമുഖ വിദ്യാലയത്തിലെ തനിമ പ്രൊഡക്ഷൻ യൂണിറ്റ്. കുട്ടികൾക്കും അമ്മമാർക്കും വരുമാന മാർഗത്തിനുള്ള വഴി കണ്ടെത്തി നൽകുകയാണ് സ്കൂളിലെ തനിമ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒറ്റപ്പാലം ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിലാണ് ഒഴിവുവേളകളിൽ അമ്മമാർക്ക് വരുമാന മാർഗവും കുട്ടികൾക്ക് തൊഴിൽ പരിശീലനവും ഒരുക്കിയിരിക്കുന്നത്. സ്കൂളിലെ ക്ലാസ് മുറിയിലാണ് തയ്യൽ പ്രൊഡക്ഷൻ യൂണിറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമായി തയ്യൽ പഠനമുണ്ട്. ഇതിനോടുകൂടി അമ്മമാർക്കും ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന ആലോചനയിലൂടെയാണ് യൂണിറ്റ് എന്ന സംരംഭത്തിലേക്ക് എത്തുന്നത്. 7ഓളം അമ്മമാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് സ്കൂൾ പ്രധാനാധ്യാപിക മിനികുമാരിയും ഉണ്ട്. ഒരു ഇലക്ട്രിക് മെഷീൻ ഉൾപ്പെടെ 4 സ്റ്റിച്ചിങ് മെഷീനുകളാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ആഗസ്റ്റിൽ ആരംഭിച്ച യൂണിറ്റിൽ നിന്നും വലിയ രീതിയിലുള്ള വരുമാനം ഒന്നും ലഭിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിലും വളരെ ആത്മവിശ്വാസത്തിലാണ് ഇവർ ഓരോരുത്തരും. ഇതുവരെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളിൽ വ്യത്യസ്തമായതും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയതും പേഴ്സ് രൂപത്തിലുള്ള ഈ സഞ്ചിയാണ്. 200 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇവയ്ക്ക് പുറമെ തുണിസഞ്ചി, പൗച്ച്, ചണ ബാഗുകൾ, ഫയൽ, കോളേജ് ബാഗുകൾ എന്നിവയും ഇവർ നിർമ്മിക്കുന്നുണ്ട്. MLA ഭിന്നശേഷി കുട്ടികൾക്കായി സംഘടിപ്പിച്ച മാനത്തോളം പദ്ധതിയുടെ ഭാഗമായുള്ള ശില്പശാലയിൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചപ്പോഴാണ് പേഴ്സ് വിത്ത് ബാഗിന് കുറച്ച് ഓർഡർ ലഭിച്ചതെന്നും അതിൽ നിന്നും കിട്ടിയ തുകയിലെ ഒരു ഭാഗം വിദ്യാർത്ഥികൾക്ക് നൽകിയപ്പോൾ അവർക്കുണ്ടായ സന്തോഷം ചെറുതല്ല എന്നും പ്രധാനാധ്യാപിക മിനികുമാരി പറഞ്ഞു. നമ്മുടെ MLA ഇവിടെ ഒരു മാനത്തോളം പദ്ധതി ഭാഗമായി ഒരു യൂണിറ്റ് ഓട്ടിസം കുട്ടികൾക്ക് ബൾബ് പരിശീലനം നൽകിയപ്പോൾ അവിടെ വന്നിരുന്ന ആൾക്കാർ ഇത് കാണുകയും അതിൻ്റെ കോർഡിനേറ്റേഴ്സ് നമുക്കിത് 150 എണ്ണം വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ വളരെ നല്ല ക്വാളിറ്റിയിലുള്ള 150 ബാഗുകൾ ആദ്യമായി നമ്മൾ തയ്ച്ച് അവർക്ക് കോഴിക്കോട് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കുട്ടികളും കൂടെ ചേർന്നാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഹിതം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവർക്കുണ്ടായ സന്തോഷം വളരെ വിവരിക്കാൻ പറ്റാത്തതാണ്. യൂണിറ്റിനെ കുറിച്ച് അറിഞ്ഞ ഒറ്റപ്പാലത്തെ റേഷൻ വ്യാപാരി 50 തുണിസഞ്ചികൾക്ക് ഓർഡർ നൽകിയിട്ടുള്ളതായും പ്രധാന അധ്യാപിക മിനികുമാരി പറഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഒറ്റപ്പാലം പ്രദേശത്തുള്ള ഒരു റേഷൻ കടയിൽ നമുക്ക് 50 എണ്ണം അവരാവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ തയ്ച്ചു വച്ചിരിക്കുകയാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഓർഡറുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ സാമഗ്രികൾ കോഴിക്കോട് നിന്നുമാണ് എത്തിക്കുന്നത്. ഇതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം ഉപയോഗിച്ച് വേണം ഇവർക്ക് ഈ സംരംഭം മുന്നോട്ട് പോവാൻ. കൂടുതൽ ഓർഡറുകൾ പിടിച്ചുകൊണ്ട് യൂണിറ്റിനെ സജീവമാക്കാനാണ് ഇവരുടെ തീരുമാനം. പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ കുട്ടികളെ ചേർത്ത് നിർത്തുക എന്നതാണ് ഈ യൂണിറ്റിന്റെ ലക്ഷ്യം എന്നും പ്രധാനാധ്യാപിക മിനികുമാരി പറഞ്ഞു. നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ ഈ കേൾവി പരിമിതരായ കുട്ടികൾക്കൊരു തൊഴിൽ, അവർ ആരും അന്യരല്ല, നമ്മൾ സമൂഹം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടും കൂടെ ഇത് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ആവശ്യം ഉള്ളതുപോലെ നമ്മൾ ചെയ്തു തരും.